Good afternoon, children. Good afternoon, all of you. All of you, please listen 1 minute. This is the chapter that we were studying. What is the lesson name of your English textbook? The lesson number 1, attic. Okay. So we have read up to the third paragraph. Mohan had an idea. Why don't we go up to the attic? Why? They were waiting. Those 3 students, these 3 children were waiting to play, just to have outdoor game. Why they were not able to play in the outside of the house? Because of raining. So they were inside the house watching the rain. So they decided whether this will not. 1 minute. നമ്മള് നൂറി ആരൊക്കെയായിരുന്നു ഇവിടുത്തെ കഥാപാത്രങ്ങള്? നൂറി, മോഹൻ, അഫ്സൽ. ഓക്കെ, ഇത്രയും പേരാണ് ഈ ഗ്ലാസ്സിലൂടെ നോക്കുന്നത്. മഴയത്ത് കളിക്കാൻ പറ്റുന്നില്ല. അപ്പൊ എന്താണ് അവർ ഉദ്ദേശിച്ചത്? റൂഫ് ടോപ്പ് സ്പേസ് ഉണ്ട്. റൂഫ് ടോപ്പ് സ്പേസിനാണ് എന്ത് പറയുന്നത്? ആറ്റിക് എന്ന് പറയുന്നത്. ഓക്കെ, നൗ എല്ലാ കുട്ടികളും ശ്രദ്ധിക്കൂ, ഒച്ചത്തിൽ വായിക്കണം. നിങ്ങൾക്ക് പലരും നന്നായി റീഡിംഗ് സ്കില്ല് കുറവുള്ളവരുണ്ട്. നിങ്ങൾ മുതിർന്ന കുട്ടികളായി സ്മാർട്ട് ബോയ്സും സ്മാർട്ട് ഗേൾസും ആകണമെങ്കിൽ നിങ്ങൾ ഒച്ചത്തിൽ വായിക്കണം. അപ്പൊ നീ സാറിന് വായിക്കുമ്പോൾ സാറിന്റെ കൂടെ ഒച്ചത്തിൽ വായിക്കാം. ശ്രദ്ധിച്ച് കേൾക്കൂ. The other two thought it was a wonderful plan. What was the wonderful plan? Going to the attic for playing. Attic എന്ന് പറഞ്ഞാൽ തട്ടുമ്പുറത്ത് പോയി കളിക്കുന്ന ഐഡിയ. Whose idea? It is the idea of Mohan. Mohan had an idea എന്നാണ് ഇവിടെ പറഞ്ഞത്. എന്താണ് had an idea? ഉണ്ടായിരുന്നു. Had an idea. Why don't go to the attic and play? He asked the other two. ആരാ ഇവിടെ? other two friends. Other two, Nuri and മറ്റു നമ്മൾ ഇതില് പറഞ്ഞ 2 കുട്ടികൾ, 3 കുട്ടികളുടെ പേരുകളാണ് നിങ്ങൾക്ക് അറിയാം. ആരൊക്കെയാണെന്നുള്ള പേരുകൾ അറിയാം. Of the 3 friends went running up the wooden stairs with their noisy feet. വുഡൻ സ്റ്റെയർ കേസിന് മുകളിൽ അവർ എന്ത് ചെയ്തു? നോയ്സി ഫീറ്റിലൂടെ അവര് ശബ്ദം ഉണ്ടാക്കി, ഒച്ച ഉണ്ടാക്കി അവര് വുഡൻ സ്റ്റെയർ കേസ് കയറി മുകളിലേക്ക് ഓടി. They found 3 old brooms and began to play soldier. പഴയ 3 ചൂലുണ്ടായിരുന്നു അവിടെ, ബ്രൂംസ്. ഈ ബ്രൂംസും എങ്ങനെയുള്ള വാക്കുകളിലൊക്കെ വൊക്കാബുലറി എഴുതണം. ഈ വാക്കുകളെല്ലാം നിങ്ങൾ വൊക്കാബുലറി എഴുതിട്ട് പഠിക്കുന്നതാണ്. ബ്രൂംസ്, പ്ലീസ് റൈറ്റ് ഡൗൺ ഇൻ യുവർ വൊക്കാബുലറി ബുക്ക്. BROOMS, ബ്രൂംസ്. വാട്ട് ഈസ് ദ മീനിങ് ഓഫ് ബ്രൂം? ബ്രൂം, ചൂല്. നമ്മള് അടിച്ച് ക്ലീൻ ചെയ്യുന്ന ബ്രൂംസ് ആണ് മുകളിലുണ്ടായിരുന്നത്, പഴയ ബ്രൂംസ്. അതെടുത്ത് അവരെന്ത് ചെയ്തു? ആ പിക്ചറിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും അല്ലെ? അവരുടെ തോളത്തൊക്കെ വെച്ചിട്ട് സോൾജിയർ കളിക്കാൻ തുടങ്ങി. സോൾജിയർ എന്താണ്? പട്ടാളക്കാരുടെ ഗെയിം എന്താണ്? അവര് മാർച്ച് പാസ്റ്റ് ചെയ്യും. അവരുടെ കയ്യിൽ എന്താവും? ഗണ്ണുണ്ടാവും, വലിയ തോക്കുണ്ടാവും. അങ്ങനെയുള്ള ഗണ്ണൊക്കെ പോലെ ഈ ബ്രൂംസ് ഉപയോഗിച്ചു. മോഹൻ ഫസ്റ്റ്, then Nuri, then Afzal. Who all are the 3 friends? Mohan, Afzal and Nuri. Okay, Mohan first, then Nuri, with Afzal last of all. Last of all എന്ന് പറഞ്ഞാൽ എല്ലാവരുടെയും പുറകിൽ ആരായിരുന്നു നിന്ന്? 2 പേരുടെയും പുറകിൽ അഫ്സൽ. The attic wasn't very large, but the children made space to play. Attic was not very large. വളരെ വലുതായിരുന്നില്ല. പക്ഷേ the children made space to play. Space. SPAC, space. Marwa Hashim, next. Space. Diya, Dilip, space. Okay, space എന്നുള്ളതിന്റെ അർത്ഥം അറിയോ? എഴുതൂ. All of you please write down. Space, സ്ഥലം. Space. But the children made space to play. Space. അതിനുള്ള ഇടം കണ്ടെത്തി, കളിക്കാനുള്ള സ്ഥലം കണ്ടെത്തുന്നതിനാണ് സ്പേസ്. എന്താണ് സ്പേസ്? നമ്മുടെ ഇടം അല്ലെങ്കിൽ സ്ഥലം. ഓക്കെ, ഗുഡ്. While they were playing, Afzal's mother was baking her special cookies for them downstairs. അഫ്സലിന്റെ അമ്മ താഴെ എന്ത് ചെയ്യായിരുന്നു? ഇവർക്ക് വേണ്ടി സ്പെഷ്യൽ കുക്കീസ്, നല്ല
കേക്ക് ഉണ്ടാക്കിയത്. അപ്പൊ അങ്ങനെ ഇവർക്ക് വേണ്ടി കുക്കീസ് ഉണ്ടാക്കുന്ന ആരാണ്? ഇവർക്ക് വേണ്ടി നല്ല സ്വീറ്റ്സ് ഉണ്ടാക്കുന്ന ആരാണ്? അഫ്സലിന്റെ മദർ. ഓക്കെ, her secret was that she dipped the duff in sugar syrup to sweeten it. അപ്പൊ ഷുഗർ, പഞ്ചസാര ലായനിയിൽ എന്ത് ചെയ്തു? പഞ്ചസാര മുക്കി ആണ് ഈ നല്ല നമ്മളെ സ്നാക്സ് ഉണ്ടാക്കിക്കൊണ്ട്. ഈ കുക്കീസ് സ്നാക്സ് ഉണ്ടാക്കുന്ന ആരാണ്? അഫ്സലിന്റെ മദർ. അങ്ങനെ അതിന്റെ സീക്രട്ട് എന്താണ്? ചില പലഹാരങ്ങളും കുക്കീസ് എന്ന് പറഞ്ഞാൽ പലഹാരം. ആ പലഹാരത്തില് അതിന്റെ സീക്രട്ട് ആണ് അത് നല്ല സ്വീറ്റ് മുക്കിയിട്ടുണ്ടാക്കുന്നതാണ്. ഓക്കെ, sugar fry ചെയ്തെടുക്കുന്നതാണ്. She could hear them as they marched along. She could even hear Afzal's command about 10. നേരെ റൗണ്ട് ചെയ്യുന്ന 10 ആണ് about 10. Okay, good boy. നവനീത് മിടുക്കനാണ്. അപ്പൊ നവനീത് കാണിച്ചു തന്നെ എന്താ? മാർച്ച് പാസ്റ്റ് ചെയ്യും, സോൾജിയർ ഗെയിം ആണ് കളിക്കുന്നത്. അപ്പൊ ലെഫ്റ്റ് റൈറ്റ് ചെയ്യും, അപ്പൊ സല്യൂട്ട് ചെയ്യും, പിന്നെ എന്തൊക്കെ ചെയ്യും? നമ്മള് about 10 ചെയ്യും. ഓക്കെ, അങ്ങനെ ചെയ്യുന്നതാണ്. അറ്റൻഷൻ, സ്റ്റാൻഡിറ്റീസ് ഒക്കെ ചെയ്യുന്നതാണ്. അതിലാണ് അവർ ഗെയിം കളിക്കുന്നത്. സോൾജിയർ ഗെയിമില് ഇങ്ങനെയൊക്കെ വരും. ഓക്കെ, നൗ എവറി ടൈം ദേ റീച്ച്ഡ് വൺ എൻഡ് ഓഫ് ദ റൂം. ഒരു സ്ഥലത്ത് നിന്ന് അവിടെ എത്തുമ്പോഴേക്കും തിരിഞ്ഞു വരാനാണ് about 10 ആര് പറഞ്ഞത്? അഫ്സൽ പറഞ്ഞത്. By and by they were tired of playing soldier. അപ്പൊ എന്ത് ചെയ്തു? അവര് അപ്പോഴേക്ക് സോൾജിയറിന്റെ ഗെയിം കളിച്ച് അവര് ടയേർഡായി. But they pulled down some old dresses and hats that were hanging on a peg, put them on and acted like grown-ups. Then out of an old box they dragged a scrapbook full of pictures and sat down to look them over. ഈ കളിയൊക്കെ കഴിഞ്ഞിട്ട് എന്ത് ചെയ്തു? അവര് അവിടെ ഉണ്ടായിരുന്ന പഴയ ഡ്രസ്സൊക്കെ ഇട്ട് മുതിർന്നവരെ പോലെ അഭിനയിച്ച് ചില ഡ്രാമയൊക്കെ കളിച്ചു. അങ്ങനെ അതിനുശേഷം എന്ത് ചെയ്തു? അവിടെ ഒരു പിക്ചർ ആൽബം, സ്ക്രാപ്പ് ബുക്ക് ഉണ്ടായിരുന്നു. അത് നോക്കി അവര് ടൈം ചെലവഴിച്ചു. ഓക്കെ, ഈ സമയത്ത് നമ്മളിപ്പോ ഈ പുസ്തകം മുഴുവനും നിങ്ങൾ ഇത് വായിച്ചു നോക്കണം. ഇതിനകത്ത് നിങ്ങൾക്ക് ഇപ്പൊ സാർ പറയുന്ന ഹോംവർക്ക് ഇതാണ്. ഇന്ന് പഠിപ്പിക്കുന്നത് ഒരു വട്ടം മുഴുവൻ, ഇന്ന് വായിക്കുന്ന പേജ് ഒരു വട്ടം മുഴുവനും ഫോണിൽ നോക്കി അല്ലെങ്കിൽ നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്സ് നോക്കി നിങ്ങൾ കോപ്പി ബുക്കിൽ എഴുതണം. അറിയില്ലാത്ത വേർഡ്സ് മീനിങ് 5 times എഴുതണം. വൊക്കാബുലറി ഇംഗ്ലീഷ് മീനിങ് എഴുതണം. ഓക്കെ, അപ്പൊ സാർ കുറെ വൊക്കാബുലറി ഇതിനകത്ത് പറഞ്ഞിട്ടുണ്ട്. അതെല്ലാം നിങ്ങൾ സ്വയം എഴുതിയിട്ട് ഇന്ന് വൈകുന്നേരം തന്നെ എഴുതിയിട്ട് എന്ത് ചെയ്യണം? ഇന്ന് തന്നെ ഈ ക്ലാസ് കഴിയുമ്പോൾ എഴുതണം. എന്നിട്ട് പേരൻസിനെ കാണിക്കണം. പേരന്റ്, ഫാദറോ മദറോ ഒപ്പിട്ടിട്ട് നാളത്തെ അടുത്ത ക്ലാസ്സിൽ സാർ ചോദിക്കുമ്പോൾ കാണിക്കണം. ഓക്കെ, അപ്പോ അങ്ങനെ അവർ ചെയ്തോളിയപ്പോ അടുത്ത പേജിൽ എന്താണ്? ഒരു പൂച്ചക്കുട്ടിയായിട്ട് വേറൊരു ഫ്രണ്ട്. അപ്പോ ആരുടെ വീട്ടിലേക്കാണ്? അഫ്സലിന്റെ വീട്ടിലേക്ക്. ഔട്ട്സൈഡ് നൗ സ്റ്റിൽ ഇറ്റ് ഈസ് റെയിനിങ്. ഇപ്പോഴും റെയിനിങ് ഈസ് ഗോയിങ് ഓൺ. സോ ഇൻ ദ മീൻ ടൈം ലത അറൈവ്ഡ്. വാട്ട് ഈസ് ദ നെയിം ഓഫ് ദിസ് ഗേൾ? Navneet? Yes, Alina, Naushad. Okay, Leda was Afzal's friend. Afzal's friend ആയിരുന്നു ലത. She was robbed. WRAPPED, robbed. എന്താ robbed എന്ന് പറഞ്ഞാൽ? റാപ്പ് ചെയ്യുക എന്താ? സ്വീറ്റ്സിന്റെ റാപ്പർ എന്ന് പറയുന്നത് മിഠായിയുടെ പൊതിയുന്ന കടലാസ്. റാപ്പ് ചെയ്യുക എന്ന് പറഞ്ഞാൽ പൊതിയ അല്ലെങ്കിൽ കവർ ചെയ്യുക. Okay, she was wrapped in a yellow raincoat and was wearing matching glove shoes. എന്താണ്? ഗലോഷസ്. അപ്പോ ഈ മാച്ചിങ് ഗലോഷസ് എന്താണ്? ഈ കൊച്ച് കയ്യിലുണ്ടായിരുന്ന തൊപ്പി, ഷൂ. You can understand. Let us see what is the meaning of galoshes. Waterproof shoes, mostly worn over usual shoes. അപ്പൊ എന്താണ്? റെയിൻകോട്ടും അതിന് മാച്ച് ചെയ്യുന്ന ഷൂസ് ഉണ്ടായിരുന്നു. യെല്ലോ റെയിൻകോട്ട്, യെല്ലോ ഗലോഷസ്. So she had brought a basket with 2 of her extremely lovable kittens in it. എന്താണ് ബാസ്കറ്റിൽ ഉണ്ടായിരുന്നത്? കിറ്റൻ. What is the meaning of kitten? പൂച്ചക്കുട്ടി. What is the meaning of kitten? പൂച്ചക്കുട്ടി. Please write down kitten, galoshes, brought a basket. Bring means കൊണ്ടുവരിക. Brought കൊണ്ടുവന്നു. BROUGHT. Alina, Naushad, write down brought. കൊണ്ടുവന്നു. Extremely lovable kittens. Extremely, EXTREMELY.
Asna, please write down extremely. അങ്ങേയറ്റം ഒത്തിരി സ്നേഹിക്കുന്ന അല്ലെങ്കിൽ ഒത്തിരി ഇഷ്ടമുള്ള പൂച്ചക്കുട്ടി. Extremely lovable kittens. ലത ആണ് വന്നത്. Leda is the friend of Afzal. She came with a yellow raincoat, wearing yellow raincoat with matching shoes, yellow color shoes. She brought a basket, ഒരു കൊട്ട ഉണ്ടോ basket, with two of her extremely lovable kittens. Brought, കൊണ്ടുവന്നു, two of her extremely lovable kittens. ഭയങ്കര ഒത്തിരി ഇഷ്ടമുള്ള രണ്ട് പൂച്ചക്കുട്ടീനെ ആ കൊട്ടയ്ക്കകത്ത് കൊണ്ടുവന്നു. Okay? Afzal and his friends are in the attic, said Afzal's mother. Who said it? Afzal's mother told Leda that Afzal and his friends are in the attic. Attic-ന്റെ അകത്താണ്, തട്ടുമ്പുറത്തിനകത്താണ് അവരെന്ന് പറഞ്ഞു. So Leda ran up to find them. Leda അവരെ കാണാൻ ഓടിപ്പോയി. She did find them. Ran up. എന്താണ് മുകളിലേക്ക് ഓടിയതുകൊണ്ടാണ് ran up എന്ന് പറഞ്ഞത്. ഇനി താഴേക്കായിരുന്നെങ്കിലോ ran down എന്ന് പറയായിരുന്നു. She ran up to find them. She did find them, but what do you think they were up to? All of them were fast asleep. അവരെന്താണ്? അവരെല്ലാം ഭയങ്കര ഉറക്കമായിരുന്നു. എന്തിനാണ് ഉറങ്ങിയത്? അവര് കളി ഗെയിമിന് ശേഷം അവര് ടയേർഡായി, അവർ മടുത്തിട്ടാണ് അവർ കിടന്ന് ഉറങ്ങിയത്. അപ്പോ after the game they were tired, so they slept in the attic. അവരെവിടെ കിടന്നുറങ്ങി? ആറ്റിക്കിൽ കിടന്ന് ഉറങ്ങി. അപ്പൊ കൂട്ടുകാരെല്ലാം ഉറങ്ങിക്കിടക്കുന്ന കാണുമ്പോൾ ലത എന്ത് ചെയ്തത്? What did Leda do when she saw that Afzal and his friends were sleeping in the attic? ആറ്റിക്കില് അഫ്സലും ഫ്രണ്ട്സും ഉറങ്ങുമായിരുന്നു. അപ്പൊ എന്താ അവർ ചിന്തിച്ചേ? ലത എന്താ ചിന്തിച്ചേ? അപ്പൊ നമുക്ക് എന്താ ചെയ്യണ്ടേ? നമുക്ക് ഇതിന്റെ ചോദ്യങ്ങളും ഉത്തരങ്ങളും ഇപ്പൊ എഴുതാം. All of you start writing. I will show you. ഈ സ്ക്രീനിൽ കാണുന്ന ക്വസ്റ്റ്യൻസ് എഴുതിയെടുക്കണം. The children did not go out to play because. The children did not go out to play because. Please write down, all of you. Navneet, Sadish, please write. അമ്മമാർ ആരും എഴുതി കൊടുക്കണ്ട. അമ്മമാർ എഴുതിയെടുക്കാം, പക്ഷെ കുട്ടികൾ സ്വന്തമായിട്ട് എഴുതണം. എല്ലാ സ്റ്റുഡൻസും എഴുതണം. അമ്മമാര് കൂടെ എഴുതിക്കോ, അല്ലെങ്കിൽ പേരൻസ് എഴുതാം, പക്ഷെ കുട്ടികളും എഴുതണം. കുട്ടികൾ കൈ കെട്ടിയിരിക്കുക. എന്നിട്ട് കുട്ടികൾ കളക്ടറെ പോലെ ഇരിക്കുന്നു. ചില ആൾക്കാരൊക്കെ ഇരിക്കണ കണ്ടു കഴിഞ്ഞാൽ കളക്ടറാണ് തോന്നും. എന്നിട്ട് അമ്മ തൊട്ടടുത്തിരുന്നിട്ട് PA എഴുതിയെടുക്കുന്ന പോലെ അമ്മ എഴുതിയെടുക്കുന്നു. അമ്മ PA, മകൻ കളക്ടർ, അമ്മ സെക്രട്ടറി. അങ്ങനെ ആരും അമ്മേനെ അച്ഛനെ സെക്രട്ടറി ആക്കണ്ട. നിങ്ങൾ എഴുതൂ. പ്ലീസ് റൈറ്റ്. നിങ്ങളെ പേരൻസും എഴുതിയെടുക്കുക, അത് നല്ലതാണ്. പക്ഷെ നിങ്ങൾ എഴുതാതെ ഇരിക്കരുത്. നിങ്ങൾ കഥ കാണുന്ന പോലെ ഇരിക്കരുത്. അമ്മമാരെല്ലാവരും ഇനി പേരൻസ് ഒരു വടി എടുത്തിട്ട് മുട്ടിന് താഴെ ഇവര് പറഞ്ഞിട്ട് അനുസരിക്കുന്നില്ലെങ്കിൽ അടി കൊടുക്കണം. അലീനനെ അടിക്കണ്ട, അലീന നല്ല കുട്ടിയാണ്. പിന്നെ നവനീതിനെ അടിക്കണ്ട, നവനീത് നല്ല കുട്ടിയാണ്. അസ്നനെ അടിക്കണ്ട, അസ്ന നല്ല കുട്ടിയാണ്. മർവനെ അടിക്കണ്ട, മർവ നല്ല കുട്ടിയാണ്. മർവ നല്ല കുട്ടിയാണോ? യെസ്, മർവ നല്ല കുട്ടിയാണ്. ദേവദർശൻ അടി കൊടുക്കണ്ട, ദേവദർശൻ മിടുക്കനാണ്. ധ്യാൻദേവ് മിടുക്കനാണ്, ധ്യാൻദേവൻ അടി കൊടുക്കണ്ട. ആൽഫിയ TA, ആൽഫിയ മിടുക്കിയാണ്, ആൽഫിയ എഴുതിക്കോളും. ഇനി ആൽഫിയയുടെ കൂടെയുള്ള അമ്മയും കൂടെ എഴുതിക്കോളൂ. കൃഷ്ണദേവ് മിടുക്കനാണ്, അവന് അടി കൊടുക്കണ്ട, അവൻ നല്ല കുട്ടിയാണ്. ശ്രീബാല മിടുക്കിയാണ്, അവൾ എഴുതുന്നുണ്ട്. സാർ നോക്കുന്നുണ്ട് ആരൊക്കെ എഴുതുന്നതെന്ന് സാർ നോക്കുകയാണ്. ശ്രീബാല മിടുക്കിയാണ്, അവൾ എഴുതിക്കോളും. പക്ഷെ അമ്മ ഹെൽപ്പ് ചെയ്യണമെങ്കിൽ അമ്മയ്ക്ക് എഴുതാം. That is the first game they decided to play. Next, third question. While they were playing, Afzal's mother was cooking, baking cookies. Leda was wearing dash colored dress, raincoat, yellow, green, red. When Leda went into the attic, she saw they were asleep. They are sleeping. Okay. Now answer. Children to play. Okay.
Okay, enter, submit. So show answer. These are the correct answers. These are the correct answers. It was raining outside. Soldier baking her special cookies for them. Yellow raincoat and matching galoshes. The children fast asleep. Now, next question. Why do you think Afzal frequently used the command about 10? When it reached the end of the room, Afzal used to command about 10. Please write down this question. Next question. How do you think the children used the brooms while playing soldier? How do you think the children used the brooms while playing soldier? How do you think the children used the brooms while playing soldier? അവര് ബ്രൂംസ് ഉപയോഗിച്ചിട്ട് എങ്ങനെയാണ് സോൾജിയർ എന്നുള്ള ഗെയിം കളിച്ചത്? അതെന്തിനാണ് നിങ്ങൾ അങ്ങനെ ചിന്തിക്കുന്നത്? ഓക്കെ, നൗ we are going to wind up this session. Question answer എഴുതിയെടുക്കണം. Question എഴുതണം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് അടുത്ത ഹോംവർക്ക് ഇതാണ്, അസൈൻമെന്റ് ആണ്, എല്ലാവരും എഴുതിയെടുക്കണം കേട്ടോ. ഓക്കെ, നമുക്ക് നെക്സ്റ്റ് വേറെ കോൺവെർസേഷൻ എഴുതിയെടുക്കാം. വൺ മിനിറ്റ് അനദർ. ആ അസൈൻമെന്റ് എഴുതണ്ട, വേറെ അസൈൻമെന്റ് പറയാം. അപ്പോൾ ഇനി വൊക്കാബുലറി എക്സസൈസ് ആണ് അസൈൻമെന്റ് ആയിട്ട് ഇപ്പൊ എഴുതേണ്ടത്. Change these verbs to adjectives by adding the suffix able. Able. Eat, eatable. Love, laughable. Do. എങ്ങനെയാണ് ആൻസർ? doable ആണോ? What is the answer? Please write down these vocabularies. Eat, laugh, do. able ചേർക്കണം. Okay, so eatable, lovable, doable. ഭക്ഷ്യയോഗ്യമായ, തിന്നാൻ പറ്റുന്നതാണ് ഈറ്റബിൾ. ലവബിൾ, സ്നേഹനിർഭരമായ. ഡൂവബിൾ, ചെയ്യാൻ പറ്റുന്ന. ഓക്കെ, നമ്മൾ ഈ വൊക്കാബുലറി നമ്മളെ ടെക്സ്റ്റ് ബുക്സിലുണ്ട്, നമ്മൾ വായിക്കുന്ന ഇന്ന് വായിച്ച ബുക്കിലെ പേജിലുണ്ട്. ഓക്കെ, did you write it? Please complete writing. Break, breakable. Wash, washable. Enjoy, enjoyable. Let us see, is it correct or not? Breakable, washable, enjoyable. ആസ്വാദ്യകരമായ, എൻജോയബിൾ ആസ്വാദ്യകരമായ, സന്തോഷകരമായ. ബ്രേക്കബിൾ, ബ്രേക്ക് ചെയ്യാൻ പറ്റുന്നത്. വാഷ്, വാഷബിൾ. പ്ലീസ് റൈറ്റ് ഡൗൺ ദീസ് വേർബ്സ് വിത്ത് adjectives ending with able. ബ്രേക്കബിൾ, വാഷബിൾ, എൻജോയബിൾ. able അവസാനിക്കുന്ന അഡ്ജക്റ്റീവ് വെർബിൽ നിന്നും ഉണ്ടാക്കാനുള്ള എക്സസൈസ് ആണ്, വൊക്കാബുലറി എക്സസൈസ് ആണ് ഇവിടെ നമ്മൾ പഠിക്കുന്നത്. എന്താണ് ബ്രേക്ക്? ബ്രേക്ക് ചെയ്യുക, ഒടിക്കുക, മുറിക്കുക. ബ്രേക്കബിൾ, ബ്രേക്ക് ചെയ്യാവുന്നത്, മുറിക്കാവുന്നത്, വളയ്ക്കാവുന്നത് ഒക്കെയാണ് ബ്രേക്കബിൾ. വാഷ് എന്ത് ചെയ്യുക? കഴുകുക. വാഷബിൾ, കഴുകാവുന്നത്. ചിലത് നോട്ട് വാഷബിൾ എന്ന് പറയും, അവിടെ വാഷ് ചെയ്യാൻ പാടില്ല. വാഷബിൾ. ഓക്കെ, നൗ ദിസ് ഈസ് ദ, ഇതുപോലെ ഈ എക്സസൈസ് 5 times വീതം എഴുതണം. 5 times എഴുതണം. ഓക്കെ, ഇനി സാർ ആൻസർ കാണിക്കില്ല, ഇനി നിങ്ങൾ ഹോംവർക്ക് എഴുതിയെടുക്കണം. ആൻസർ പറയില്ല, നിങ്ങൾ തന്നെ ആൻസർ കണ്ടെത്തണം. ഓക്കെ, അതിനകത്തുള്ള ഒരു ചെറിയൊരു ഗ്രാമറാണ് ഇപ്പൊ നമ്മൾ ഈ കോഴ്സിൽ ചെയ്യുന്നത്. പ്ലീസ്, ഓൾ ഓഫ് യു പ്ലീസ് റൈറ്റ് ഡൗൺ. ഇതിൽ താഴെ കൊടുത്തിരിക്കുന്ന പ്ലൂറൽസ് ഇതിൽ നിന്ന് എഴുതിയെടുക്കണം. ഓക്കെ,
Farmer Raghu has many dash and two dash. താഴെ എഴുതിയിട്ടുണ്ട് എന്തൊക്കെയാണ്? ഓക്സൻ, ഡീർ, ഫീറ്റ്, ടേബിൾസ്, കൗസ്, ടൊമാറ്റോസ്, ഹാൻഡ്സ്, ഗെയിംസ്, ഫൂഡ്സ്, ചെയേഴ്സ്, ടൊമാറ്റോസ്, ഓക്സസ്, ചെയേഴ്സ്. ഓക്സൻ, ഓക്സസ് എന്തൊക്കെയാണോ നമ്മൾ അതിന്റെ പ്ലൂറൽസ് എടുത്തിടണം. എന്തൊക്കെയാണ് പ്ലൂറൽസ് എടുത്തിട്ട് ഇത് ഫില്ലപ്പ് ചെയ്യണം. Mother asked Priya to wash her dress. Dresses ആണോ? അതെന്താണ്? നമ്മൾ അതിനകത്ത് നോക്കാം. And dash after coming from the playground. We saw many dash in the zoo. Okay. Nemo picked from the dash from the basket. We need dash dash and for board for the children. Okay. Let us do dash. Farmer has many cows. In the correct answer, many cows and two എന്താണ്? Two oxes എന്നാണോ? എന്താണ് നമുക്ക് നോക്കാം. Two oxes. That is not the correct answer. ഇനി എന്താണ്? Deer. Two deer ആണോ? Foods ആണോ? Correct answer അല്ല. Feet, oxen ആണോ? കറക്റ്റ് ആൻസർ ആണ്. ഇങ്ങനെ നിങ്ങൾ കണ്ടുപിടിക്കണം. അപ്പൊ ഇതിന്റെ വൊക്കാബുലറി എഴുതി ഈ മീനിങ് പഠിക്കണം. ഓക്കെ. അപ്പൊ ഇതിന്റെ ഒരെണ്ണം ആൻസർ മാത്രം നമ്മളിപ്പോ ചെയ്തു. ഇനി ഇറ്റ് ഈസ് യുവർ ടേൺ. പ്ലീസ് read it and find out the meaning, new vocabulary, write it 5 times. Okay.